PM ശ്രീ പദ്ധതിയിലേത് അനാവശ്യ വിവാദമാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ. കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ട പദ്ധതിയിൽ നിന്നും കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെ പിന്മാറാൻ കഴിയില്ലെന്ന വിശദീകരണം. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മറന്നു പ്രവർത്തിക്കുന്നവരല്ല തങ്ങൾ. PM ശ്രീ പദ്ധതി മറ്റ് സംസ്ഥാനങ്ങളിലെ BJP ഇതര മുഖ്യമന്ത്രിമാരുമായി കൂടിയാലോചിച്ച് നടപ്പിലാക്കും. സിലബസ് തയ്യാറാക്കുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാകുമെന്നും മുരളീധരൻ പറഞ്ഞു. PM ശ്രീയില് കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് ഒപ്പുവെച്ച് ആദ്യ ഗഡുവാണ്. രണ്ടാം ഗഡുവാണെന്നുണ്ടെങ്കിൽ CPI-കാരും മറ്റും ബഹളം ഉണ്ടാക്കിയപ്പോൾ അത് ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സമീപനം അവർ സ്വീകരിച്ചു. ഇപ്പോൾ ഒരിക്കൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല, അല്ലെങ്കിൽ കേന്ദ്രം അനുമതി നൽകണം. ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി അക്കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ BJP-കാരല്ലാത്ത മുഖ്യമന്ത്രിമാരെ സംസാരിച്ച് അപ്പോൾ ഒരു ധാരണയിലെത്തിയിട്ടുള്ളത് ഈ പദ്ധതി അനുസരിച്ച് ഇത് നടപ്പാക്കുന്നു. ഇതിൻ്റെ സിലബസ് നിശ്ചയിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം സംസ്ഥാന സർക്കാർ. ചരിത്രപരമായിട്ടുള്ള വസ്തുതകൾ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. മുകൾ രാജവംശം കുട്ടികളെ പഠിപ്പിക്കും. അതായത് നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട്, ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിച്ചുകൊണ്ട് ഇത് നടപ്പാക്കുന്ന രീതിയാണ് ഈ ക്യാബിനറ്റ് സബ് കമ്മിറ്റിയെ ഏൽപ്പിച്ചിട്ടുള്ളത്. അതുമായിട്ട് മുന്നോട്ട് പോകും. അന്ന് ഞങ്ങൾ എതിർത്താ, അന്ന് UDF എതിർക്കാൻ കാരണം എന്താ? ഒപ്പുവയ്ക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. 10 വർഷക്കാലമായി തകർന്നു കിടക്കുന്ന ആരോഗ്യ മേഖലയിലെ സിസ്റ്റം ശരിയാക്കുക എന്നതാണ് പ്രധാന ഉത്തരവാദിത്തം. സർക്കാർ ആശുപത്രികളെ സ്വകാര്യ ആശുപത്രികൾക്ക് തുല്യമായി ഉയർത്തും. സ്വകാര്യ ആശുപത്രികളെ പോലെ തന്നെ സർക്കാർ ആശുപത്രിയും മുന്നിലെത്തിക്കുക, അതാണ് ആരോഗ്യവകുപ്പിന്റെ നയം. സ്വകാര്യ ആശുപത്രികളിൽ ഉള്ള സൗകര്യങ്ങൾ പോലെ തന്നെ നാളെ സർക്കാർ ആശുപത്രികളിൽ സംവിധാനം ഒരുക്കും. മുൻ മുഖ്യമന്ത്രി ഒരിക്കൽ പറഞ്ഞു, ആശുപത്രികളുടെ മുന്നിൽ ബെൻസ് കാറുകൾ വന്ന് നിൽക്കണം. ഞങ്ങൾ പറയുന്നത് ഓട്ടോറിക്ഷ വന്ന് നിന്നാൽ മതി. കാരണം ഓട്ടോറിക്ഷയും സൈക്കിളിലും നടന്നു വരുന്നവർക്ക് നല്ല ചികിത്സ ഏർപ്പെടുത്തുക, അതാണ് സർക്കാരിന്റെ നയം. തിരഞ്ഞെടുപ്പ് ഫലത്തിൽ ജില്ലയിൽ UDF-നുണ്ടായ നിരാശ ചൂണ്ടിക്കാണിച്ച അദ്ദേഹം പാളിച്ചകൾ തിരുത്തി പരസ്പരം പഴിചാരാതെ ഇനിയെങ്കിലും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും കൂട്ടിച്ചേർത്തു. മറ്റുള്ള ജില്ലക്കാർ സന്തോഷിക്കുന്ന പോലെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. പക്ഷേ 13-ൽ 12 ജയിച്ച കോഴിക്കോട് മന്ത്രിയില്ല. നിങ്ങൾ 4 ജയിച്ചെങ്കിൽ ഒരു മന്ത്രിസ്ഥാനം തന്നു. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയും UDF തൃശ്ശൂരിനോട് സ്നേഹം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളിൽ വന്ന പാളിച്ചകൾ മനസ്സിലാക്കി അടുത്ത ലോക്സഭയിലേക്ക് നമുക്ക് ഈ സീറ്റ് തിരിച്ചു പിടിക്കാൻ. പിന്നെ ഭാഗ്യവശാൽ ഇവിടെ നിന്ന് ജയിച്ചു പോയ MP-യുടെ സേവനം കാരണം ആ പാർട്ടി അത്രയും ഭീഷണിയായിട്ട് എനിക്ക് അടുത്ത ലോക്സഭയിൽ ഞാൻ കാണുന്നില്ല. അദ്ദേഹം തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കൂടെ സൗകര്യമാണ്. പക്ഷെ അതിൻ്റെ മെച്ചം ഇടതുപക്ഷത്തിന് പോരുന്നത് UDF-ന് കിട്ടണം. അതുകൊണ്ട് ജില്ലയിൽ പ്രവർത്തനം ശക്തമാക്കുക, ഒരുമിച്ച് മുന്നോട്ട് നീങ്ങുക. മന്ത്രിയായ ശേഷം തൃശൂരിലെത്തിയ മുരളീധരന് ആവേശോജ്വല സ്വീകരണമാണ് പ്രവർത്തകരും നേതാക്കളും നൽകിയത്. DCC ഓഫീസിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ ഉൾപ്പെടെയുള്ള നേതാക്കളും പങ്കെടുത്തു. TCV തൃശൂർ.